കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലമരുമ്പോൾ നമുക്കൊന്ന് മോസ്കോയിലും മാലിദ്വീപിലും അബുദാബിയിലുമൊക്കെ പോയി വരാം. എനിക്കൊപ്പം ഇപ്പോൾ വന്നാൽ ഇവിടങ്ങളിലേക്ക് പോകാൻ പാസ്പോർട്ടോ വിസയോ കരുതേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം അവിടേക്കൊക്കെ പോകാം. ഒപ്പം നിങ്ങളും പോന്നോളൂ. ഇത് മോസ്കോയാണ്. മലപ്പുറത്തെ ഈ മോസ്കോയിൽ നിന്ന് മാലിദ്വീപിലേക്കും സൗദിപ്പടിയിലേക്കൊക്കെ പോയി വരാൻ ഒരു ദിവസം മാത്രം മതി. എന്തുകൊണ്ട് ഇവിടെ ഇത്തരം പേരുകളെന്നല്ലേ? കഥകൾ കേൾക്കാം. ആനക്കയം പഞ്ചായത്തിലാണ് മോസ്കോ. മലപ്പുറത്ത് നിന്ന് 10 കിലോമീറ്റർ ദൂരം. നിലവിൽ മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയാണ് മലപ്പുറത്ത് കൂടുതലെങ്കിലും ഇവിടെയുള്ളവർക്ക് ഇടതു രാഷ്ട്രീയത്തോടാണ് പ്രിയം. പേരിനു പിന്നിലെ കാരണവും അതുതന്നെ. അപ്പോൾ വൈകുന്നേരമാണ് പൊതുവെ ഒരു ഇടതുപക്ഷ ചായവുള്ള മണ്ഡലമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികൾ ഇവിടെ ഒരു മോസ്കോ യൂത്ത് വിങ് പറഞ്ഞ ക്ലബ്ബ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു മോസ്കോ എന്നുള്ളൊരു പേര് സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഈ ഇവിടെ സൗന്ദര്യവൽക്കരണം ഇതൊക്കെ ആയിട്ട് ചെടികളും കാര്യങ്ങളും ഇതൊക്കെ ഈ ക്ലബിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നന്നമ്പ്ര പഞ്ചായത്തിലാകെ ഒരു ഗൾഫ് ടച്ചാണ്. അബുദാബി റോഡ്, ദുബായ് പീഡിക, പ്രവാസി നഗർ, അതിനിടയിൽ ഒരു മലേഷ്യ റോഡും. ആനക്കയം പഞ്ചായത്തിലുണ്ട് ഒരു സൗദിപ്പടി. പണ്ട് മുതലേ പ്രവാസികൾ കൂടുതലുള്ള സ്ഥലമെന്ന നിലയ്ക്കാണ് ആ പേര് വീണത്. ഇത് ഉള്ളോട്ട് കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ എല്ലാ ആളുകൾ സൗദിയിൽ ജോലിക്ക് വേണ്ടി പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ കുറച്ച് ആളുകളൊരു മനസ്സിൽ വന്നൊരു ആശയമാണ് ഈ പ്രദേശത്ത് സൗദിപ്പടി എന്ന് പേര് ഇടണം എന്നുള്ളത്. ഞാനൊക്കെ ചെറുപ്പത്തിലാവുമ്പോൾ പേര് വന്നിട്ടുണ്ട്. താനൂരിലാണ് മാലിദ്വീപ്. പൂരപ്പുഴയ്ക്കും പെരുന്തോടിനുമിടയിൽ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം. അങ്ങനെ നാട്ടുകാർ ഇട്ട പേരാണ് മാലിദ്വീപ്. താനൂർ നഗരസഭയിലെ 4ാം വാർഡാണിത്. മാലിദ്വീപ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കൊണ്ടൊരു കാരണന്മാരിട്ടൊരു പേരാണ്. പിന്നെ അതെല്ലാം വെള്ളം നിന്നിൻ്റെ ഒരു പാട ഏരിയയാണ്, സ്ഥലമാണ്. പിന്നെ കൂടുതലായിട്ട് പഴവർഗ്ഗങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ പഴവർഗ്ഗങ്ങൾ ഒരു ഏരിയ തന്നെ ആയിരുന്നത്. കൂടുതലും മാങ്ങ, മറ്റ് അനിച്ചക്ക, അങ്ങനത്തെ ഓരോ പഴവർഗ്ഗങ്ങളുണ്ടായിരുന്ന ഏരിയയാണ്. അന്ന് കാരണന്മാരിട്ടൊരു പേരാണ് മാലിദ്വീപ്. അതിപ്പോൾ നിലനിന്ന് പോകുന്നു, ഭംഗിയുള്ള സ്ഥലമാണ്. കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതന്നെ ഏറ്റവും റാഹത്ത്. ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മനോഹരമായ താനൂരിലെ മാലിദ്വീപിൽ നിന്നും ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.